ഹലോ മുത്തുമണീസേ, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയുടെ കാൽക്കൽ പോയി ഒരുത്തി വീണായിരുന്നു കേട്ടോ. ഈ സോഷ്യൽ മീഡിയയിൽ വന്നു ഞാൻ ഭയങ്കര ഭാവമാണ്, ഞാൻ ഭയങ്കര എന്തോ ആണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് ഒന്നും അല്ലാതാകുന്ന ഒരു അലവിലാതി കഴുത ഒരു പെണ്ണുണ്ട്. അപ്പോൾ അയാള് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയുടെ കാൽക്കൽ പോയി വീണത്രേ. ഒരു കാര്യവുമില്ല. വീണിട്ട് കാൽക്കൽ വീണ് കെഞ്ചി കേണത്ത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു അവിഹിത കഥയൊക്കെ അങ്ങോട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചു. എൻ്റെ പൊന്ന് മോളെ, എൻ്റെ സഹോദരങ്ങളാണ് അവര്. എൻ്റെ കൂടെ ജനിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അവര്. എൻ്റെ കൂടെ ജനിച്ചില്ല. പക്ഷെ നിനക്കെവിടെയാണ് പിഴച്ചു പോയത് എന്നറിയാമോ? നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്, എൻ്റെ ബന്ധങ്ങളിൽ തുടരുത്, നിന്നെ ഞാൻ വിടില്ല എന്ന്. എൻ്റെ സുഹൃത്തിൻ്റെ നേരെ നീ കൈ ചൂണ്ടിയപ്പോ നിന്റെ അന്നത്തി കൈവച്ചോളാണ് ഞാൻ. അപ്പൊ ഇനിയുണ്ട് ബാക്കി എൻ്റെ അമ്മയെ പറഞ്ഞത്. എൻ്റെ അമ്മയെ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. നീ നിരന്തരം എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ച് കീശയിലിട്ടിട്ട് നിരന്തരം എൻ്റെ സുഹൃത്തിനെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്, തള്ളേ ഡാഷ് എന്ന്. ഉമ്മയുടെ വില നിനക്കറിയാമോ? ആ മനുഷ്യൻ്റെ ഉമ്മയെ എങ്ങനെയാണ് നോക്കുന്നതെന്ന് നിനക്കറിയാമോ? നിനക്ക് ആ ഉമ്മയുടെ കാൽക്കൽ ചെന്ന് വീഴാനുള്ള യോഗ്യത പോലും ഇല്ല സ്ത്രീയെ. അതിനൊക്കെ ഉള്ളത് നിനക്ക് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. തീരുന്നില്ല, ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല മോളെ. ഇനിയും വരുന്നുണ്ട്. സ്ട്രൈക്കായിട്ടല്ല, വേറെ ഒരുപാട് സാധനങ്ങൾ ഞാൻ നിനക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അല്ല പുന്നാര മോളെ, നീ എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയ്ക്ക് എന്തോ സമയപരിമിതി കൊടുത്ത് എന്നൊക്കെ അറിഞ്ഞായിരുന്നു. 2 മണി, ഇന്ന് 2 മണി വരെ നിനക്ക് ഞാൻ സമയം തരാം. തന്നില്ലെങ്കിൽ ആ 2 മണി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യോടി? മര്യാദയ്ക്കെങ്കിൽ മര്യാദയ്ക്ക്. നിനക്ക് എന്നെ അറിയാൻ പാടില്ല. നിന്റെ അടുത്തിരിക്കുന്ന ആ മണകുണാഞ്ചിന് വെല്ലുവിളിക്കാൻ മാത്രമേ അറിയൂ. മോളെ, ഞാനൊന്ന് തീരുമാനിച്ചത് ചെയ്ത് കാണിക്കുന്നവളാണ് ഞാൻ. മനസ്സിലായ? എൻ്റെ സഹോദരങ്ങൾക്ക് നേരെ നിന്റെ കൈ നിന്റെ ദൃഷ്ടി നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പന്നാച്ചി.